അസ്സലാമലൈക്കും, നമസ്കാരം. വളരെ ചെലവ് കുറച്ച് എന്ന ഒത്തിരി മനോഹരമായി നിർമ്മിച്ച ഒരു കുഞ്ഞു വീടിന്റെ വിശേഷമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പങ്കുവെക്കുന്നത്. നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് ചമ്രവട്ടുള്ള ഷുഹൈബ് നാഫിയ ദമ്പതികളുടെ വീടാണ് കേട്ടോ. 1100 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക്. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി മനോഹരമായി നിർമ്മിച്ച നമ്മുടെ ഈ വീട് വന്നിട്ട് ഏകദേശം 6 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്ത ഈ വീട് ആകെ മൊത്തം 18 ലക്ഷം രൂപക്കാണ് കേട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ഒക്കെ ഒത്തിരി ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇത് എലിവേഷനിലെ മുകളിലായിട്ട് തന്നെ ഇതുപോലൊരു ലൂവേഴ്സ് ഡിസൈനിങ്ങും കൂടി വരുന്നുണ്ട്. മൊത്തത്തിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനും ആ ഒരു ഡിസൈനിങ് ഒക്കെ വന്നിട്ട് സിംപ്ലി സൂപ്പർബാണ്. ഇനി ഇവിടെ മുകളിൽ മൊത്തത്തിലായിട്ട് ഇതുപോലെ ഷീറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഫുൾ ആയിട്ട് ഷീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മഴയുള്ള സമയത്ത് തുണി വിരിക്കാനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോ നമ്മുടെ ഈ ഭാഗത്തെ ഷോവാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വശത്തായിട്ട് ജസ്റ്റ് ഒരു ക്ലാരിറ്റി ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. 2 വിൻഡോസ് വരുന്നുണ്ട്, 2 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ട് വ്യൂവിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ സിറ്റ് ഔട്ടിന്റെ ഡിസൈനും വന്നിട്ടുള്ളത്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. ആ സ്റ്റെപ്പിലായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. മാർബിൾ ആണ് കേട്ടോ സ്റ്റെപ്പിലൊക്കെ വിരിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഇവിടെ വലത് ഭാഗത്തായിട്ട് തന്നെ ഒരു പില്ലർ വരുന്നുണ്ട്. ആ പില്ലറിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വീടിന് മാച്ച് ആവുന്ന കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് ഇതുപോലെ GI റെയിലിംഗും ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ അടിപൊളിയായിട്ടില്ലേ. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ L ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. ഇതിന് നടുക്കായിട്ടും ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈനിങ് തന്നെ ആണ് കേട്ടോ. 2 പില്ലറിലായിട്ടും കൂടാതെ ഇവിടെ മൊത്തത്തിൽ ഇതുപോലെ LED ലൈറ്റ്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ട്. 405-160 ആണ് കേട്ടോ നമ്മുടെ ഈ സിറ്റ് ഔട്ടിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ സിറ്റിംഗ് ഏരിയയിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. കൂടാതെ ഇവിടെ വോളിലായിട്ട് 3 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഇരുമ്പിന്റെ ഫ്രെയിമിൽ മഹാഗണി വുഡിലാണ് കേട്ടോ ഇവിടെ ഡോർ ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഡബിൾ ഡോർ ആണ് വരുന്നത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രാഫി ഡിസൈനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ മനോഹരമായ വീടിന്റെ അകത്തെ വിശേഷങ്ങൾ നോക്കിയല്ലേ. 407-288 സൈസിൽ വരുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു ഹോളാണ്. പ്രത്യേകിച്ച് ലിവിംഗ് അല്ലെങ്കിൽ ഡൈനിങ് പ്രത്യേകിച്ച് സെപ്പറേഷൻ കാര്യമില്ല. പാർട്ടീഷൻ വരുന്നുണ്ട്. ഇവിടെ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഫ്ലോർ മൊത്തത്തിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് 130 വില വരുന്ന മോർച്ചൻ ടൈപ്പ് മാർബിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ ഒതുക്കത്തിൽ എന്ന ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ ലിവിംഗിൽ ഈ ഒരു ഭാഗത്താണ് കേട്ടോ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 19,000 രൂപ വരുന്ന നല്ല കംഫർട്ട് ആയിട്ടുള്ള ഇന്റീരിയറിന് മാച്ച് ആവുന്ന ഒരു സോഫ തന്നെയാണ്. അതിന് ബാക്ക് വോളിലായിട്ട് 3 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഷോവാള്. ആ ഒരു ഷോവാള് മൊത്തത്തിൽ ഒരു സിമെന്റ് ടെക്സ്ചറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. 2 വശത്തായിട്ട് ഇതുപോലെ വൈറ്റ് ലൈൻസ് ഒക്കെ പോകുന്നുണ്ട്. നടുക്കായിട്ട് തന്നെ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഈ ഭാഗത്ത് നമ്മുടെ വാഷ് ഏരിയനൊക്കെ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പരഗോള ഡിസൈൻ വരുന്നുണ്ട്. അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും മൊത്തത്തിൽ ഈ ഒരു സിമെന്റ് ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോ ഈ പാർട്ടീഷനിൽ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ സീലിംഗിൽ ഇതുപോലൊരു ബോർഡർ പോകുന്നുണ്ട്. അതിലായിട്ടും ആ ഒരു സെയിം ടെക്സ്ചർ പെയിന്റ് തന്നെയാണ്. കൂടാതെ ഈ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ലൂവേഴ്സ് ഡിസൈനും വരുന്നുണ്ട്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ടേബിൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ വരുന്നുണ്ട്. സ്റ്റെയറിന്റെ ആ ഒരു താഴെയായിട്ടാണ് അവിടെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. 407-288
158 സൈസിലാണ് കേട്ടോ ഇവിടെ ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത്. ഇവിടെ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ടേബിൾ വരുന്നുണ്ട്. ഈ ടേബിളിന്റെ ലെഗ് വന്നിട്ട് ഇരുമ്പാണ് കേട്ടോ. ഏകദേശം 10,000 രൂപയാണ് ഈ ടേബിളിനായിട്ടുള്ളത്. ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ ഡിസൈനിൽ വരുന്ന 6 ചെയേഴ്സ് തന്നെയാണ്. ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അവിടെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നടുക്കായിട്ട് ഒരു സർക്കിൾ മിറർ വരുന്നുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു വൈറ്റ് വാഷ് ബേസൺ ആണ്. വാഷ് ബേസന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. താഴെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയറിന്റെ വിശേഷങ്ങൾ നോക്കാം. സ്റ്റെയറിന്റെ ഈ എഡ്ജ് ഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു ടെക്സ്ചർ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഹാൻഡ് റെയിലിംഗ് വന്നിട്ട് ജിഐയിലാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് റെയിലായിട്ടും അതുപോലെ തന്നെ താഴെയും വുഡൻ തീമിൽ പെയിന്റിങ്ങും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിൽ കൊടുത്ത സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ സ്റ്റെയറിന്റെ ബേസിലായിട്ടും വരുന്നത്. മുകളിലായിട്ട് വെന്റിലേഷന് വേണ്ടി ഒരു വിൻഡോയും കാണാം. കൂടാതെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഭാഗത്തെ ഫോളിലായിട്ട് തന്നെ ഇതുപോലെ 3 നിഷ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ടെക്സ്ചർ പെയിന്റും കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ ഇതുപോലെ ഒരു അറബിക് ഫ്രെയിം കൂടി കാണാവേ. കിച്ചൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ ബെഡ്റൂമും ഹോളിലെ കോമൺ ബാത്റൂം ഒക്കെ നോക്കാവേ. അപ്പൊ നമ്മുടെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 205-165 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വന്നിട്ടുള്ളത്. നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇത്. ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്കിത് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഏകദേശം 347-305 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കോട്ട് വന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ. ഏകദേശം 10,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇരുമ്പിന്റെ കോട്ടാണ്. ഇതിന്റെ ലെഗ് വന്നിട്ട് നോക്കി ഇങ്ങനെ ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഈ വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. നമ്മുടെ കോട്ടിന് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ 2 വശത്തായിട്ട് 2 സിംഗിൾ വിൻഡോ കാണാം. കർട്ടൻസ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബിന്റെ സെറ്റിംഗ്സ്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോട്ടിന് ഓപ്പോസിറ്റ് വോളിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ സ്റ്റോറേജ് കൂടി കാണാവേ. ശേഷം നമ്മൾ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത്. ഈ റൂം വന്നിട്ട് 347-310 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ റൂമിൽ കണ്ടില്ലേ ആ ഒരു സെയിം മോഡലിൽ വരുന്ന ആ ഒരു റെഡിമെയ്ഡ് കോട്ടൺ ആണ് കേട്ടോ. ഇത് വന്നിട്ടും ഇരുമ്പിന്റെ തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്ത് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വിൻഡോന്റെ സെറ്റിംഗ്സ്. ഇനിയിപ്പോ കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ ഇനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെങ്കിൽ 135-150 സൈസിലാണ് കേട്ടോ വരുന്നത്. നേരത്തെ കണ്ടില്ലേ ആ ഒരു ബാത്റൂമിന്റെ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ്. നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഇവിടുത്തെ കിച്ചൺ നോക്കിയല്ലേ നമുക്ക്. കിച്ചണിന്റെ ഡോർ വന്നിട്ട് വുഡിന്റെ ഡോറിൽ നടുക്കായിട്ട് ഒരു ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ ഡോറിന് മുകളിലായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിക്ക് നല്ല ഭംഗിയിൽ ഒരു ക്ലോക്ക് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 405-300 സൈസിൽ സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്ത് നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ വരുന്നത്. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗ വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ സിങ്കിനുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ വിൻഡോയിലായിട്ട് തന്നെ ഒരു വാട്ടർ പ്യൂരിഫയർ കൂടി കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ പാത്ര സ്റ്റാൻഡ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാക്കിന് താഴെ ഇതുപോലെ ഗ്രേ കളർ തീമിൽ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത്. ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ മാത്രമല്ല കേട്ടോ, മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ മിനി ഷെൽഫ്സ് വരുന്നുണ്ട്. ഇവിടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ ഷോക്കേസ് കൂടി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നല്ല നീറ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ അറേഞ്ച്മെന്റ്സും. ഇവിടെ ഈ ഭാഗത്തെ വോളിലായിട്ട് ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് ഒരു ഓപ്പൺ സ്റ്റോറേജ് വരുന്നുണ്ട്. അവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുപ്പും വന്നിട്ടുള്ളത്. അടുപ്പിന് താഴെ നോക്കുകയാണെങ്കിൽ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ അവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെയിലിംഗും ചെയ്തിട്ടുണ്ട്.
നമ്മുടെ കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ നേരെ കാണുന്ന തരത്തിൽ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ വോളിലായിട്ടും ഇതുപോലെ ഒരു റെയിലിംഗ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു റാക്ക് വരുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് ഓപ്പൺ സ്റ്റോറേജ് ആയിട്ടാണ് കേട്ടോ അവിടെ മുകളിൽ വന്നിട്ടുള്ളത്. ഇനി ഈ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടും ഒരു ബാത്റൂം വരുന്നുണ്ട്. ഏകദേശം 143, 154 സൈസിലാണ് വരുന്നത്. ഇവിടെ നല്ല ഭംഗിയിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ 18 ലക്ഷം രൂപക്ക് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.